ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ MD ആയിട്ടുള്ള CJ റോയിയുടെ സൂയിസൈഡിൻ്റെ കാര്യത്തിൽ ഒരു ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസാണ് കണ്ടെത്തിയിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഇത് പുറത്തു വിട്ടിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷേ പോലീസിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. ഇനി കൂടുതൽ തെളിവുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. നാളെ കുടുംബാംഗങ്ങളുടെ പ്രസ് മീറ്റ് നാളെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ ആത്മഹത്യാക്കുറിപ്പിലുള്ള കൂടുതൽ സംഭവങ്ങളും ഇവർ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി മാത്രമേ ഇനിയൊരു പ്രസ് മീറ്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇനി അതിന് മുന്നേ എന്തെങ്കിലും കാര്യം വിളിച്ചു പറഞ്ഞാൽ ലാസ്റ്റ് ഈ 9 പേജ് പുറത്ത് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് തന്നെയാണ് അവരത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ നടത്താം. അതിന് മുന്നേ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോട്ടെ. അപ്പോൾ എന്തിനാ റോയ് ചായ ഇങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് ഭാര്യ പൊട്ടിക്കരയുന്നുണ്ട്. മകളാണെങ്കിൽ അതിലും വലിയ കരച്ചിലാണ്. പിന്നെ മകനൊക്കെ ഭയങ്കര വിഷമത്തിലാണ്. അമ്മ അവിടെ നിന്ന് ഓളിട്ട് പൊട്ടിക്കരയുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ വീൽ ചെയറിലാണ് വന്നിരിക്കുന്നത്. അമ്മ സഹിക്കാൻ പറ്റുന്ന റോയിച്ചാന്ന് വിളിച്ച് ശരിക്കും ഓളിട്ട് കരയുന്നുണ്ട് എല്ലാവരും. അപ്പോൾ ഈ 9 പേജുള്ള ആത്മഹത്യക്കുറിപ്പ് കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതില് നേരത്തെ തന്നെ തീരുമാനിച്ചു, മരിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ആളിരുന്നത് എന്നത് തെളിവായിട്ടാണ് ഈ 9 പേജ് കിട്ടിയിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് കേട്ടോ. അതെന്താ ഏതാന്ന് അവർ പുറത്തു വിടുന്നില്ല. അദ്ദേഹം അതിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കുടുംബാംഗങ്ങൾ പറഞ്ഞതനുസരിച്ച് അനന്തരാവകാശി ആരാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ മകൻ തന്നെയായിരിക്കും അല്ലേ. പിന്നെ വിൽപത്രം തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അനന്തരാവകാശി ആരാന്ന് ഇവർ വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇനി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നാളെ കുടുംബം മാധ്യമങ്ങളെ കാണാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കുറിപ്പ് കിട്ടിയത് കൊണ്ട് ആത്മഹത്യാ കുറിപ്പ് ഡയറിയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. കിട്ടിയത് കൊണ്ട് തന്നെ ഇനി മാധ്യമങ്ങളെ കാണുന്നത് കുറച്ച് നീട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നോട്ട് കിട്ടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ തോന്നുന്നത്. അപ്പൊ ഇതിൽ ഈ നോട്ടിലുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മാനസിക സമ്മർദ്ദം ഇവര് നന്നായി ചെയ്തിട്ടുണ്ട്, ബിസിനസ് പ്രതിസന്ധിയിലാണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇൻകം ടാക്സ് റെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ്, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ പണം നൽകാനുള്ളവരുടെ ലിസ്റ്റും ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കൊക്കെ. പക്ഷെ ഇദ്ദേഹം സീറോ ഡെപ്റ്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ മുദ്രാവാക്യം. ഒരു കടവും ഇല്ലാതെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നത് എന്നാണ്. പിന്നെ പണം നൽകാനുള്ളവരുടെ ലിസ്റ്റ് പിന്നെ എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ പേരിൽ കുറിപ്പിൽ കുടുംബാംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ. വ്യക്തിപരമായിട്ട് കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറേ വർഷങ്ങൾ എൻ്റെ കൂടെ നിന്നവര്, എൻ്റെ ഓഫീസിലും എൻ്റെ തൊഴിലാളികളെ അങ്ങനെ പിടിച്ചു വിടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അവരെ ഒന്നുകൂടി കൂടെ തന്നെ ചേർത്ത് നിർത്തിക്കോളൂ. കുറേ വർഷങ്ങളായുള്ളവരേട്ടാ, അടുത്ത കാലത്ത് വന്നവരെന്നല്ല. അങ്ങനെയാണ് ഈ 9 പേജുള്ള ഇതിലത്തെ കുറിപ്പിനെ കുറിച്ച് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ്, കാരണം അത്രയും അധപതിച്ചു പോയി ബിസിനസ്സിലല്ല. പക്ഷേ ഈ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി ഇല്ലാതെ പോയപ്പോഴായിരിക്കാം ഇദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പിന്നെ പറയുന്നത് വിദേശ സംരംഭങ്ങളിൽ കുറെ തിരിച്ചടികൾ ഈ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹത്തിന് അനിയൻ പറയുന്നത് സീറോ ഡെപ്റ്റ് ആണ്, അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിന്റെ ബിസിനസ്സിലില്ല. ഈ IT ഓഫീസേഴ്സ് വന്ന്, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്നിട്ട് ഈ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കിയപ്പോഴാണ് മരിച്ചതെന്ന് പറയുന്നു. പക്ഷെ എന്തിനാണ് അവർ വന്ന് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കയ്യിൽ പക്ക ഡീസന്റ് ക്ലിയർ ആയിട്ടുള്ള ഇതുണ്ടെങ്കിൽ, ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം? അവർ എത്ര ബുദ്ധിമുട്ടിലാക്കിയാലും ഇത്രയും വർഷം ബിസിനസ് ചെയ്ത് പാരമ്പര്യമുള്ള ഒരാളാണ്. നമ്മളെ പോലെ പെട്ടെന്ന് അങ്ങോട്ട് നമ്മളെ പോലുള്ള ആൾക്കാർ സാധാരണക്കാരെ അല്ല. ഈ റോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ CJ റോയി, അദ്ദേഹം എന്ന് പറഞ്ഞാൽ വർഷക്കണക്കിന് പാരമ്പര്യമാണ് ഈ ബിസിനസ്സിൽ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ടാവും ഇൻകം ടാക്സിനെ കുറിച്ചിട്ടൊക്കെ. പെട്ടെന്നൊരു ഇൻകം ടാക്സുകാർ വന്ന് കുറച്ച് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ മാറുന്നതാണോ ഇവരുടെ ബിസിനസ് സാമ്രാജ്യം? അതെനിക്കറിയില്ല. അതുപോലെ തന്നെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് ഭാര്യയൊക്കെ വന്നു എന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സും അവർ വ്യക്തിഹത്യ ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു. മകനും ഭാര്യയും മക്കളും ഒക്കെ വന്നത് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട്. അമ്മ കൂളിംഗ് ഗ്ലാസ് അല്ല കേട്ടോ വെച്ചിരിക്കുന്നത്. അമ്മ അവരുടെ സ്പെക്സ്, അതായത് അവർക്ക് കണ്ണിന്റെ പ്രശ്നത്തിനുള്ള ഒരു ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഭാര്യയും അവരൊക്കെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇതേപോലെ തന്നെ ഒരു ആരോപണം നമ്മുടെ പൃഥ്വിരാജിനുണ്ടായിരുന്നു അല്ലെ. ശ്രീനിവാസൻ മരിച്ചു കിടക്കുമ്പോൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്ന് കയറി എന്ന് പറയുന്നത്. ഇവരുടെയൊക്കെ ലൈഫിൽ നമുക്ക് എന്താണ് അറിയാം? നമ്മൾ ഈ വിമർശിക്കുമ്പോൾ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ തലേദിവസം രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഈ മരണം കേട്ടുകൊണ്ട് വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാവും. അവർ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. മാധ്യമം തന്നെ കാണിക്കുന്നുണ്ട് അല്ലേ. അത്യാവശ്യം ഇരുന്ന് കരയുന്നുണ്ട്. അമ്മയും മകളും ഈ റോയിയുടെ അമ്മയും ഈ ഭാര്യയും മകനൊക്കെ കൂടി കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവർ അത്രയും വീട്ടിൽ നിന്നും അതേ മാനസിക സമ്മർദ്ദത്തിലായി വരുന്നത്.
അപ്പൊ ആ കരച്ചിൽ അവർക്ക് പിടിച്ചു നിർത്താൻ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെയാണ് ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്നത്. അപ്പൊ കണ്ണിന്റെ ആ വീർമ്മത കുറെ കാര്യങ്ങളുണ്ടാവും. അവര് തലേദിവസം ഉറങ്ങിയിട്ടുണ്ടാവില്ല. കണ്ണ് വീർമ്മതയുണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടേതായ കുറേ കാരണങ്ങളും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കും കൂളിംഗ് ഗ്ലാസ് വെച്ചത്. ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ച് മരണത്തിന് വന്നു എന്ന് വിചാരിച്ച് അവര് വിഷമമില്ല എന്നോ ഒരു വ്യക്തി പോയതിലുള്ള അവർക്ക് സങ്കടമില്ല എന്നോ ആരും വിചാരിക്കേണ്ട. അവരുടേതായ കുറെ കാര്യങ്ങൾ മറച്ചു വെക്കാനായിരിക്കും അവരങ്ങനെ വന്നിട്ടുണ്ടാവുക. അത് വിചാരിച്ച് ഡോക്ടർ റോയ് സി.ജെ. റോയിയുടെ മരണം അവർക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നത് നമ്മൾ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. അവർ കിടന്ന് നിലവിട്ട് കരയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇല്ലേ? അങ്ങനെയൊക്കെ അഭിനയിച്ച് കരയാൻ ഒരാൾക്കും പറ്റത്തില്ലല്ലോ. അപ്പൊ കൂളിംഗ് ഗ്ലാസ് വെച്ച് വന്ന് ഈ മാധ്യമക്കാരുടെ ഈ ടോർച്ചറിങ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാ. അവരുടെ കണ്ണും മുഖമൊന്നും കാണണ്ട എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും അവരങ്ങനെ വന്നിട്ടുണ്ടാവുക. അതിനൊക്കെ കുറ്റം പറയാൻ ഇപ്പുറത്ത് കുറേ പേരുമുണ്ട്. പിന്നെ ഈ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഉണ്ടല്ലോ, അവരെ ഒരു സ്പെഷ്യൽ ടീം തന്നെ വിളിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. എന്താണ് അവിടെ നടന്നത് എന്നൊക്കെ. കാരണം എന്താ വെച്ചാൽ ഈ സ്പെഷ്യൽ ടീം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുണ്ട്. അന്ന് അവിടെ പെൻഡങ്ങളിലുണ്ടായിരുന്ന ഓഫീസിലുണ്ടായിരുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർ പരസ്പര വിരുദ്ധമായിട്ടാണ് ഈ സമയങ്ങൾ പറയുന്നത്. അപ്പോൾ വെടിയൊച്ച കേട്ട കാര്യം അവർ പറയുന്നില്ല. അപ്പൊ വെടിവെച്ച് ആരും തന്നെ കേട്ടിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ പിന്നെ ടൈമിന്റെ കാര്യത്തിലും പരസ്പര വിരുദ്ധമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ഉദ്യോഗസ്ഥരെ ശരിക്കും ഈ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അവിടെ ഉണ്ടല്ലോ, അവരെ ഈ സ്പെഷ്യൽ ടീം ഈ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീം ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ന് ദുബായിൽ വെച്ചിട്ട് ഇവിടെ വലിയൊരു പ്രോഗ്രാം ഇദ്ദേഹം നടത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുബായിൽ വെച്ച് വലിയൊരു പ്രോഗ്രാം ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടത്തിയിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് പേര് പങ്കെടുത്തിരുന്നു. നമ്മുടെ നാട്ടിലെ ഒരുപാട് ഗോൾഡ് ഉടമകളും അതുപോലെ തന്നെ സിനിമ നടന്മാരും നടികളും ഒക്കെ പങ്കെടുത്തിരുന്നു. ഇവരെയൊക്കെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വിളിപ്പിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവരൊക്കെ ഇതിന് ചെറിയ ചെറിയ കണ്ണികളാണോ എന്ന് അവർക്ക് ഒരു സംശയമുണ്ട്. അപ്പൊ അന്ന് വന്നവരെ മുഴുവൻ ഇവർ ക്വസ്റ്റ്യനിങ്ങിന് വേണ്ടി എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ ഡയറിയിലാണെങ്കിൽ 9 പേജിൽ ഇങ്ങനെയുള്ള ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത്. മരിക്കുമെന്ന് ഉറപ്പായത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒരു വട്ടം ചോദിച്ചു എന്നും പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നീ എന്താണ് ഇനി ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം പ്രിപ്പയർഡ് ആണ്, പ്രീ പ്ലാൻഡ് ആണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തോ പിടിക്കപ്പെടാൻ സാധ്യതയില്ല, എന്തോ വലിയ തെറ്റ് അദ്ദേഹത്തിന്റെ കൈവശമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ഇത്രയും ആഡംബര ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഡോക്ടർ റോയ്, സി.ജെ. റോയ് എന്ന് പറയുന്നത്. ആഡംബര ജീവിതം നയിച്ച ആൾക്ക് ഇത്രയധികം കാറുകളും ബംഗ്ലാവുകളും ഒക്കെ എടുത്തിട്ടുള്ളത് എന്തിനാണ്? സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അല്ലാണ്ട് മരിക്കാൻ വേണ്ടിയിട്ട് ആരും ഇതൊക്കെ ചെയ്യില്ലല്ലോ. അപ്പൊ ഇത്രയും സുഖിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ള, ഡ്രസ്സിങ്ങിലാണെങ്കിലും എന്തിലും ആളൊരു ഫെയിമിനാണെങ്കിലും ഫെയിം കിട്ടാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ മരിക്കാനാണ് അയാൾക്ക് ആഗ്രഹം എന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കില്ല അല്ലേ? അപ്പൊ മരിക്കേണ്ട രീതിയിലുള്ള അത്രയും ഗുരുതരമായ തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ലോക്കറാണ് ഇതിന്റെ പ്രധാനം. ലോക്കർ തുറക്കാനുള്ള കീ ചോദിച്ചതിലാണ് ഇദ്ദേഹം ക്യാബിനിൽ പോയി ലോക്കറിന്റെ കീ എടുക്കാൻ പോയ 3 മണിക്ക് കയറി 3:10 വെടിയുതിർത്തത് എന്നാണ് ശരിക്കും പറയപ്പെടുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണും അതുപോലെ പേഴ്സണൽ ഡയറിയൊക്കെ ഒരു കണ്ടു കിട്ടിയിട്ടുണ്ട്. ഈ ആത്മഹത്യ കുറിപ്പാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. മൊബൈൽ ഫോണിൽ ആരൊക്കെയാണ് കൂടുതൽ നേരം സംസാരിച്ചത്, അവസാനമായിട്ട് ആരെ വിളിച്ചു, ഈ ആളുകളെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അവരെയൊക്കെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ക്വസ്റ്റ്യനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സ്പെഷ്യൽ ടീം. എല്ലാവർക്കും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അനിയൻ അദ്ദേഹത്തിന് അനിയൻ വന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇനി റോയി ഇല്ല, റോയിയെ കാണാൻ സാധിക്കില്ല. അത് വികാരഭരിതമായിട്ട് പറയുന്നതാണ് അവർക്ക്. ഇപ്പൊ റോയി എന്ന് പറയുന്ന ആള് എത്ര തെറ്റ് ചെയ്താലും അവർക്ക് അവരുടെ ചേട്ടനാണല്ലോ. അപ്പൊ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ചു വരുമെന്ന് ഒരിക്കലും വിചാരിക്കേ വേണ്ട. മരിക്കുന്ന അന്ന് എന്നെ നീ എപ്പോഴാ തിരിച്ചു വരുന്നേ എന്ന് പറഞ്ഞ് 3 വട്ടം എന്നെ വിളിച്ചിരുന്നു. 10:48, 49, 10:50 എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നാളെ 7 മണിക്കാണ് ഞാൻ അവിടെ എത്തുക എന്ന് പറയുന്നു. പക്ഷെ എന്നെ വിളിച്ച അന്ന് തന്നെ 3 മണിയാകുമ്പോൾ ആള് മരിക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബിസിനസ് പ്രശ്നങ്ങളുമില്ല. ബിസിനസ്സിന് പൈസ ഡെപ്റ്റുമില്ല, കടങ്ങളുമില്ല. എന്നിട്ടും അദ്ദേഹം മരിച്ചു പോയതാണ് അനിയൻ പറയുന്നു. അതിലെന്തോ ദുരൂഹതയുണ്ട്. അത് ഞങ്ങൾ തെളിയിക്കണം. ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത് ആവശ്യകതയുണ്ട് എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരു ദുരൂഹതയുമില്ല. ഇതാണ് പ്രശ്നം. അദ്ദേഹത്തിന് എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള എന്തോ ഒരു കാര്യം, ഇൻകം ടാക്സ് അടയ്ക്കാത്തതല്ല പ്രശ്നം. ഇൻകം ടാക്സ് അടയ്ക്കാത്തതാണെങ്കിൽ പൈസ കൊടുത്ത് അടയ്ക്കാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇവർക്ക് തന്നെ ഡെപ്റ്റ് ഇല്ലാത്തൊരു കമ്പനിയാണ് ഇവരുടെ അല്ലെ? അപ്പോൾ ഇൻകം ടാക്സ് അടയ്ക്കാത്തല്ല, അതിനും അപ്പുറമുള്ള ഗുരുതരമായിട്ടുള്ള, അതായത് ജീവിതം മുഴുവൻ ജയിലിന്റെ അഴിയിൽ കിടക്കാവുന്ന ഒരു ഗുരുതരമായ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അങ്ങനെ മരിച്ചത് എന്നാണ് പൊതുവെ പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ.